ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അത്ഭുതവും അതിശയവുമായ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. 139 അധ്യായം 15 വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, എനിക്ക് ആ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ എൻ്റെ ബുദ്ധിക്ക് നിരക്കാത്തതാണ്. എൻ്റെ മനസ്സിനോ എൻ്റെ ചിന്തയ്ക്കോ സാധ്യമാകുന്നതിനേക്കാട്ടിലൊക്കെ അപ്പുറമാണെന്ന് പറയുന്നു. 139 അധ്യായം 15 വാക്യം ഞാൻ വായിക്കുകയാണ്. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാണ്. ഇതാരാണ് പറഞ്ഞത്? ദാവീദ് രാജാവ് പറയുകയാണ്. ഒരു വലിയ രാജ്യത്തിൻ്റെ രാജാവ് പറയുകയാണ്, നിന്റെ പ്രവൃത്തി എനിക്ക് അത്ഭുതകരമാണ്. അത് തന്നെയുമല്ല, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. വെറുതെ പറയല്ല, എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ അറിയുന്നു ഈ ദൈവം ആരാണെന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുകയാണ്. അനേകം സങ്കീർത്തനങ്ങൾ, അനേകം പാട്ടുകളൊക്കെ പാടി ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു ഭക്തൻ പറയുകയാണ്, ഇന്നും എനിക്ക് മനസ്സിലാകുന്നില്ല നിന്നെ. ഹല്ലേലൂയ, എനിക്കൊന്നറിയാം, ഭയങ്കര അത്ഭുതകരമാണ്, അതുമാത്രം എനിക്ക് അറിയത്തുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അതുതന്നെയാണ് ഇന്ന് എനിക്കും പറയാനുള്ളത്. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഭയങ്കര അത്ഭുതകരമാണ്. എൻ്റെ ചിന്തയ്ക്ക് ബുദ്ധിക്ക് നിരക്കാത്ത വലിയ കാര്യമാണ്. ഇറ്റ്സ് ബിയോണ്ട് മൈ കോംപ്രിഹെൻഷൻ, ബിയോണ്ട് മൈ അണ്ടർസ്റ്റാൻഡിങ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കർത്താവേ, നീ എന്താ പ്രവർത്തിക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും കർത്താവിനോട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഈ 139 സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുകയാണ്, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് അറിയുന്നു. അല്ലേ, നിങ്ങളുടെ ഓരോരുത്തരുടെയും നിരൂപണം, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ നനയ്ക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കാത്തത് പോലും അറിയുന്ന ഒരു ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. എൻ്റെ ചിന്തകളെ അറിയുന്ന, എൻ്റെ നിരൂപണങ്ങളെ അറിയുന്ന, എൻ്റെ ആഗ്രഹങ്ങളെ അറിയുന്ന ഒരു ദൈവം എത്ര വലിയവനാണ്. ഹല്ലേലൂയ. ദാവീദ് രാജാവ് പറയാണ്, ഞാൻ നടക്കുന്നത് അറിയുന്നു, ഞാൻ കിടക്കുന്നത് അറിയുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ ദൈവത്തെ. ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുമ്പോഴും ചെയ്യുമ്പോഴും ആ വലിയ കാര്യങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്നാൽ എന്നെ നടപ്പറിയുന്ന ഒരു ദൈവം, നമ്മളുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ, വഴികൾ, കിടപ്പ് ഒക്കെ അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. അവനെ മറഞ്ഞ് നമ്മൾ എവിടെ പോകും? നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ ഓടിപ്പോകും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്, സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താലോ അവിടെയും നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. പ്രിയ ദൈവ പൈതലേ, ഈ ദൈവത്തെ വിട്ട് നീ എവിടെ ഓടിപ്പോയാലും, ദൈവ പദ്ധതിയാണെങ്കിൽ, ദൈവ പദ്ധതി വിട്ട് എവിടെ ഓടിപ്പോയാലും വന്ന് പിടികൂടും. ഹല്ലേലൂയ, സ്തോത്രം. അതിനാൽ ഈ ദൈവത്തെ വിട്ട് ബാക്ക് സ്ലൈഡിങ് ആയിട്ട് ഉപേക്ഷിച്ച് പോകാമെന്ന് നീ ഒരിക്കലും ചിന്തിക്കുക പോലും വേണ്ട കേട്ടോ. എവിടെ ഓടിപ്പോകും? സമുദ്രത്തിൽ ചെന്നാൽ അവിടെയുണ്ട്. ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താലോ അവിടെയും ആ കൈ വന്ന് പിടികൂടും. ഹല്ലേലൂയ. ആ തിരുസന്നിധി വിട്ട്, ആ ആത്മാവിനെ വിട്ട് നമുക്ക് എങ്ങും ഓടിപ്പോകാൻ പറ്റത്തില്ല. നാം ഓർക്കും നമ്മൾ വലിയ ആൾക്കാരാണെന്ന്. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ ഭരിക്കുന്നതായ ഒരു വലിയ ശക്തി, നമ്മെ സ്നേഹിക്കുന്നതായ, ഹീ ഈസ് ഓൾവേസ് ബിസൈഡ് മീ. ഹല്ലേലൂയ, ഐ അണ്ടർസ്റ്റാൻഡ് ഹിം. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് മനസ്സിലാകുന്നു, എൻ്റെ ആത്മാവ് നല്ലവണ്ണം അറിയുന്നു. ഞാൻ ആശ്രയിക്കുന്ന, നാം വിളിക്കുന്ന ആ വലിയ ദൈവത്തിൻ്റെ ശക്തി, ആ പ്രവർത്തനം എന്നെ നന്നായി അറിയുന്നു. എനിക്ക് പലപ്പോഴും ആ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മനസ്സിലാകുന്നില്ല. അവൻ്റെ പ്രവൃത്തികൾ എപ്പോഴും നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്, നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവൻ്റെ പ്ലാനുകൾ. ഹീ ഈസ് ഓൾവേസ് പ്ലാനിങ് ഫോർ മീ. ഇത്ര അധികമായിട്ട് എന്നെക്കുറിച്ച് പ്ലാൻ ചെയ്യുവാൻ ഞാൻ ഈ ലോകത്തിൽ ആരാണ്? എന്നെക്കുറിച്ച് ഈ ലോകത്തിൽ ആര് പ്ലാൻ ചെയ്യുന്നു? എനിക്കത് ഓർക്കുകകൂടെ ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളിൽ, ആർക്കും ചെന്നെത്തപ്പെടുവാൻ കഴിയാത്ത കാര്യങ്ങളിൽ, മറ്റുള്ളവരോട് നാം കൈനീട്ടേണ്ടതായിട്ട് വരുന്ന ഒക്കെ സാഹചര്യങ്ങളിൽ ആര് പ്ലാൻ ചെയ്യും നമുക്ക് വേണ്ടിയിട്ട്? നമ്മൾ ആരാ വേറൊരാൾ നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യാൻ? നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലായി. എന്നാൽ അങ്ങനെയല്ല. എന്നെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു ദൈവം, എന്നേക്കാൾ നല്ലതായിട്ട് ആ ദൈവത്തിൻ്റെ പ്ലാനിൽ നല്ലതായിട്ട് പ്ലാൻ വരയ്ക്കുവാൻ മാസ്റ്ററായിട്ടുള്ള ആ വലിയ ആർക്കിടെക്റ്റാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അത് നമ്മളുടെ ദൈവം. എൻ്റെ കിടപ്പ്, എൻ്റെ നടപ്പ്, എൻ്റെ വിചാരം, എൻ്റെ ഓരോ വഴികളും
മനസ്സിലായിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതാണത് പറഞ്ഞിരിക്കുന്നത്. ആ പ്രവൃത്തികൾ എനിക്ക് അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോഴേ നമ്മെ കണ്ട ഒരു ദൈവത്തെ പറ്റിയിട്ടാണ് ദാവീദ് രാജാവ് പറയുന്നത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട്, ഹല്ലേലൂയ, ഈ വചനം എടുക്കുവാൻ വേണ്ടി അല്ല ഞാൻ വന്നത്, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാലാണ് ഇപ്പോൾ ഞാൻ ഈ വചനം എടുക്കുവാനായിട്ട് ഇടയായത്. സ്തോത്രം. നമ്മളുടെ കണ്ണുകൾ നല്ല സ്ഥാനത്തിരിക്കുന്നു, കണ്ണിന് കാഴ്ച തന്നു, ചെവിക്ക് ഈ പ്രായത്തിലും കേൾവിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എത്രയോ പേര് കണ്ണിന് കാഴ്ചയില്ലാതെ, ചെവി കേൾക്കാൻ പറ്റാതെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാ അവയവങ്ങളും അതിൻ്റെ സ്ഥാനത്തിരിക്കുന്നു. ബുദ്ധിയുണ്ട്, ഓർമ്മയുണ്ട്, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു. അനേകർ കൺഫ്യൂസ് ആയിട്ടിരിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ, ഈ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, നിനക്ക് തന്നതിനെ ഓർത്ത് സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക. നമ്മളെ ഓരോരുത്തരെയും അറിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഭയങ്കരവും അതിശയവുമായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും ഉണ്ടാക്കിയിരിക്കുന്നത്. പിണ്ടാകാരമായിരുന്നപ്പോഴേ നമ്മെ ദൈവം കണ്ടു, സൃഷ്ടിച്ചു അമ്മയുടെ ഉദരത്തിൽ. അതിനാൽ നാം എത്ര സ്തോത്രം ചെയ്യേണ്ടിയിരിക്കുന്നു, എത്ര സ്തുതിച്ചാൽ മതിയാകും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എടുത്തവൻ നീ തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചായിരിക്കുന്നുവെന്ന് സങ്കീർത്തനം 71 അധ്യായത്തിലും പറയുന്നുണ്ട്. അതാരെഴുതിയെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഗർഭം മുതൽ. ഇത് രണ്ടും ഒരേ സങ്കീർത്തനക്കാരൻ ദാവീദാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം രണ്ടിടത്തും അതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഗർഭം മുതൽ എന്നെ താങ്ങിയ ഒരു ദൈവം, ഹല്ലേലൂയ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്ത ഒരു ദൈവം. അവിടുന്ന് എടുക്കുമ്പോൾ എന്തെല്ലാം കോംപ്ലിക്കേഷൻ ഉണ്ടാകുമായിരുന്നു, എന്തെല്ലാം ഞാൻ ശ്വാസമടച്ച് ഹൈപ്പോക്സിയായിട്ട് ബ്രെയിൻ ഡാമേജ് ആയി പോകാമായിരുന്നു. ഹല്ലേലൂയ, പ്രിയ ദൈവവേദിലെ നീ ആയിരിക്കുന്നതൊക്കെ ഈ ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഓർത്ത് ദുഃഖിക്കാതെ ഉള്ളതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുക. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നാം ജീവനോടെ ഇരിക്കുന്നെങ്കിൽ, ശ്വസിക്കുന്നെങ്കിൽ, സംസാരിക്കുന്നുണ്ടെങ്കിൽ, അത്യാവശ്യത്തിനുള്ള സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സ്തുതിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പിണ്ടാകാരമായിരുന്നപ്പോഴേ, ഹല്ലേലൂയ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഉള്ളപ്പോഴേ ദൈവം നമ്മെ സൃഷ്ടിച്ചു, മെനഞ്ഞു, മെടഞ്ഞു. ഇത്രത്തോളം ദൈവം സഹായിച്ചില്ലേ? ഭയങ്കര അതിശയകരവുമായിട്ടാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഒരു വലിയ ദാവീദ് രാജാവ് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ നാം എത്രമാത്രം സ്തുതിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആ ഒരു രാജ്യത്തിൻ്റെ രാജാവെന്ന് പറയുമ്പോൾ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിരിക്കും, എന്തെല്ലാം കാര്യങ്ങൾ ആ രാജാവിന് ചെയ്തു കൊടുക്കാമായിരിക്കും. എന്നാലും അപ്പോഴും ദൈവത്തെ വിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് കാട്ടിൽ വെച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നതായ ഒരു ദൈവം. ഹല്ലേലൂയ. ആരുമില്ലാതെ ഒറ്റപ്പെട്ട ആരും അവന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പറയുകയാണ്, എല്ലാം എന്നെക്കുറിച്ച് പ്ലാനും ചെയ്തു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ കാട്ടിലായിരിക്കുമ്പോൾ പോലും കാട്ടിൽ നിന്ന് ഒരു നിമിഷത്തിലെടുത്ത് രാജകൊട്ടാരത്തിൽ വെച്ചതല്ല, അവിടെയെല്ലാം ഞാൻ അനുഭവിച്ചിരുന്നു. എൻ്റെ സകല പ്രശ്നങ്ങളിലും ഞാൻ ദൈവത്തെ കണ്ടു എന്ന് പറയുകയാണ്. എനിക്ക് ഈ പദ്ധതി ഒന്നും മനസ്സിലാകുന്നില്ല. പ്രൈസ് ഗോഡ്. അതുതന്നെയാണ് എനിക്കുമെന്ന് പറയാനുള്ളത്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം നമ്മളെ ദുഃഖത്തിലും സന്തോഷത്തിലും നന്മയിലും എല്ലാം നടത്തുന്ന ഒരു വലിയ കരം. ഹല്ലേലൂയ. ഒരു സാക്ഷ്യമായിട്ട് കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ 9 മണിക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് ചെല്ലേണ്ടതാണ്. എന്നാൽ ഞാൻ നേരത്തെ ചെല്ലുവാൻ വേണ്ടി ഇറങ്ങിയിട്ട് 1.5 മണിക്കൂറോളം ഞാനൊരു ട്രാഫിക്കിൽ പെട്ടുപോയി. ഒരു വണ്ടിയുടെ സ്പേസ് പോലും മൂവ് ചെയ്യാതെ ഞാൻ അങ്ങനെ കിടക്കുകയാണ്. എന്നാൽ എനിക്ക് 9 മണിക്ക് ചെല്ലണം. അപ്പോൾ ഞാൻ 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി സമയമുണ്ടല്ലോ. എനിക്കാകെ അത് 1/2 മണിക്കൂറിൻ്റെ ഒരു ഡ്രൈവ് മാത്രമേ ഉള്ളൂ. എന്നാൽ എൻ്റെ പ്രതീക്ഷകളൊക്കെ മാറി. 8:30 ആയപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ആരോ വന്ന് പറയുമ്പോൾ എന്നോട് പറയുകയാണ്, 9 മണി എന്നുള്ള ഒരു സമയമുണ്ടെങ്കിൽ ഈ വണ്ടി ഇവിടുന്ന് മൂവ് ചെയ്യും. നമ്മൾ, കർത്താവേ, അത് പറ്റത്തില്ല, എനിക്ക് 9 മണിക്ക് അവിടെ ചെല്ലേണ്ടതാണ്. 9 മണിക്ക് മൂവ് ചെയ്താൽ പറ്റത്തില്ല. ഞാൻ എൻ്റെ അധികാരികളെയൊക്കെ അറിയിച്ചു. അവർ പറഞ്ഞു GPS ഇട്ടിട്ട് വേറെ വഴികളിൽ കൂടി വരാം. ഞാൻ എങ്ങനെ വരും? ഞാൻ ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. എൻ്റെ മുമ്പുകളിൽ വണ്ടി നിരന്ന് കിടക്കുകയാണ്, പുറകോട്ട് ഇഷ്ടം പോലെ വണ്ടി, ഇടത്തും വലത്തും. ഞാൻ ഹൈവേയുടെ നടുക്ക് കിടക്കുകയാണ്. എനിക്ക് GPS ഇട്ടാലും എനിക്ക് അവിടെ ചെന്നെത്താൻ പറ്റാത്ത പോലെ ഇരിക്കുകയാണ്. ഞാൻ അപ്പോൾ വിചാരിച്ചു, മുമ്പും പിമ്പും അടച്ച്,
ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രിയ ദൈവവേദനയിലെ എപ്പോഴും അനർത്ഥം വരുമ്പോൾ നാം പിശാചാണെന്നൊക്കെ ചിന്തിക്കും. എന്നാൽ കർത്താവേ സ്തോത്രം, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഏത് പ്രശ്നങ്ങളിലും ദൈവം നിന്നെ നടത്തുവാൻ മതിയായവനാണ്. ഏത് പ്രശ്നങ്ങളിലും പതറിപ്പോകാതെ കർത്താവിനോട് കൂടെ ഇരിക്കുക. ഹല്ലേലൂയ. ഹി ഹാസ് ലേഡ് ഹിസ് ഹാൻഡ് ഓൺ മീ. ഹിസ് വേസ് ആർ ടു വണ്ടർഫുൾ, ഡീപ്പ് ആൻഡ് ഇൻകോംപ്രിഹെൻസിബിൾ. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലാകാത്ത അത്ഭുത പ്രവൃത്തിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഈ 1.5 മണിക്കൂറോളം ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. മോശയുടെ ദൈവം ഇവിടെ, മോശയേക്കാൾ എന്നെ നീ സ്നേഹിക്കുന്നു ക്രിസ്തു യേശുവിൽ കൂടി. അതിനാൽ മോശയുടെ ദൈവമേ, ഇപ്പോൾ വന്ന് ചെങ്കടലിൽ മാറ്റിയതുപോലെ ഹല്ലേലൂയ ഈ വഴി തുറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കൈയൊക്കെ നൂത്ത് വെച്ചു. പ്രാർത്ഥനയോട് പ്രാർത്ഥന. അതിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ വിചാരിച്ച് കാണും, ഇവരിവിടെ എന്താണ്, ഇവിടെ എല്ലാവരും വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുമ്പോൾ ഇവരിവിടെ എന്താണ് കാണിക്കുന്നതെന്നൊക്കെ ചിന്തിച്ച് കാണും. അതൊന്നും എൻ്റെ ഒരു പ്രശ്നമായിരുന്നില്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, 1.5 മണിക്കൂർ പ്രാർത്ഥിച്ചു. എന്നാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലവും കണ്ടില്ല. ഹല്ലേലൂയ. കർത്താവേ, നീ എവിടെയാണ്? എൻ്റെ ആവശ്യം അറിയുന്നല്ലോ, 9 മണിക്ക് അവിടെ എത്തേണ്ട ആവശ്യം അറിയുന്നല്ലോ എന്നൊക്കെ ഞാൻ വെച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി എനിക്ക് കിട്ടി. എന്നാൽ വഴി തുറന്നുകൊണ്ടായിരുന്നില്ല. 9 മണിക്ക് അരമണിക്കൂർ കൂടി ഉണ്ട് ഞാൻ അവിടെ എത്താൻ വേണ്ടി. ഇപ്പം ഞാൻ അരമണിക്കൂർ കൊണ്ട് എത്തേണ്ടയിടത്ത് ദൈവത്തിൻ്റെ കൃപയാൽ ആ ട്രാഫിക് ബ്ലോക്ക് മാറി കഴിഞ്ഞപ്പം ഫ്ലൈറ്റ് പോകുമ്പോൾ എല്ലാ വണ്ടികളും അങ്ങ് മാറിപ്പോയി. എന്താണ് അവിടെ നടന്നതെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അതിവേഗതയോടുകൂടി പോയി. സ്പീഡ് ലിമിറ്റൊക്കെ നോക്കാതെ ഞാൻ അതിവേഗത്തോടു കൂടി പോയി. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇപ്പോഴും എന്നെ കാക്കുന്ന ഒരു ദൈവം. ഇത്ര സ്പീഡിൽ ഓടിച്ചിട്ട് പോലീസ് പിടിക്കാതെയും ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതും ഞാൻ അങ്ങനെയൊന്നും ഓടിക്കണമെന്നല്ല. എൻ്റെ ആ വെപ്രാളത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഞാൻ അങ്ങനെ ദൈവം എന്നെ സൂക്ഷിച്ചു. അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്തും എനിക്ക് കിട്ടിയില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ 20 മിനിറ്റിന് മുമ്പിൽ എൻ്റെ ക്ലാസ്സിൽ കയറിയിട്ട് എൻ്റെ ലീഡർ അതിന് 9 തൊട്ട് 20 വരെ എൻ്റെ ലീഡർ എൻ്റെ പോർഷൻ എടുത്തു. 9:20 തൊട്ടിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു. അവർക്കും സർപ്രൈസ് ആയിരുന്നു. എന്നോട് പറഞ്ഞു, നീ ഇത്ര വെപ്രാളം പിടിച്ച് വന്നിട്ട് ഇത്ര മനോഹരമായിട്ട് നീ എങ്ങനെ ഇത് എടുത്തു എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പ്രിയ ദൈവവേദനയിലെ ഈ ഒരു വാക്ക് എന്നെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ സ്തോത്രം. അധികാരികളുടെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ നീ പ്രയാസത്തിലും പ്രശ്നത്തിൽ കൂടിയൊക്കെ കടന്നു പോകാതെ അവങ്ങനെ മനസ്സിലാക്കും. അവർ അത്ഭുതപ്പെട്ടു പോയി. നീ ഇത്ര ഓടി അണച്ച് വന്നിട്ട് നീ എങ്ങനെ ഇത്ര മനോഹരമായിട്ട് ഒരു ആങ്സൈറ്റിയും ടെൻഷനും ഇല്ലാതെ എടുത്തു എന്ന് അവരെന്നോട് ചോദിക്കുകയാണ്. എന്നാൽ എനിക്ക് ആൻസൈറ്റിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ 1.5 മണിക്കൂർ ഭയങ്കര വെപ്രാളപ്പെട്ടാണ് അവിടെ കിടന്നിരുന്നത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മെ അത്ഭുതകരമാക്കുന്ന ഒരു ദൈവം. അവൻ്റെ പ്രവൃത്തികൾ നമുക്ക് വർണ്ണിക്കുവാൻ പറ്റാത്തതാണ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുതവും അതിശയവുമായി നമ്മെ ഉണ്ടാക്കിയിരിക്കുന്നു. പിണ്ടാകാരമായിരുന്നപ്പോഴേ ഹല്ലേലൂയ അവൻ നമ്മെ അവൻ്റെ കൈകൾ മെനഞ്ഞു. അവൻ്റെ പ്ലാനിൽ നമ്മളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ വരുന്ന ഒരു പ്രതികൂലങ്ങളും കർത്താവ് പ്രതികൂലമല്ലാതെ നന്മയ്ക്കായി മാറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് ആ തൽക്കാലം 1.5 മണിക്കൂർ എനിക്ക് പ്രതികൂലമായിട്ട് തോന്നിയെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, ഇന്നും എൻ്റെ മനസ്സിൽ കേൾക്കുന്ന, എൻ്റെ കാതിൽ കേൾക്കുന്ന എൻ്റെ ലീഡറിൻ്റെ ഒരു നല്ല എന്നെക്കുറിച്ചുള്ളൊരു ഇമ്പ്രഷനുണ്ട്. നീ ഇത്ര മനോഹരമായിട്ട് ഈ ടെൻഷൻ കഴിഞ്ഞപ്പോഴും ഈ ആൻസൈറ്റി ആയിട്ട് ഓടി വന്നപ്പോഴും നീ ഇങ്ങനെ എടുത്തു. ഞാൻ സ്റ്റെപ്പിൽ കൂടി ഓടിയാണ് വന്നത്. ഞാൻ എലിവേറ്റർ പോലും വെയിറ്റ് ചെയ്യാതെ ഞാൻ അണച്ചുകൊണ്ടാണ് വന്നത്. അപ്പോഴും ദൈവത്തിൻ്റെ കരം എന്നെ ഭംഗിയായിട്ട് എൻ്റെ കൂടെ ഇരുന്നു. എന്നെ നടത്തിയ ഒരു ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. പ്രിയ ദൈവവേദനയിലെ അവൻ നിന്നെ മുമ്പും പിമ്പും അടച്ച് നിൻ്റെ മേൽ അവൻ്റെ കൈ ഉണ്ടെങ്കിൽ നന്മയ്ക്കായിട്ടാണ്. നിൻ്റെ ജീവിതത്തിൽ വരുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണെന്ന് ഞാൻ വീണ്ടും പറയുവാൻ ദൈവം എന്നെ ശക്തയാക്കിയ കൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവേ, ഈ വചനം കേൾക്കുന്ന സങ്കീർത്തനത്തിൻ്റെ ആ വചനങ്ങളെല്ലാം കേട്ട എല്ലാ മക്കളെയും ദൈവമേ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. എല്ലാ മക്കൾക്കും കർത്താവേ ആയുസിൻ്റെ എല്ലാ നിമിഷത്തിലും നിന്നെ അറിയുവാൻ, നിന്നെ മുറുകെ പിടിക്കുവാൻ അത്ഭുതം അതിശയമായി നാം അവർക്ക് അത്ഭുതമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.